നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പ്രവാസികൾക്കും ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കുന്നത് ഇന്നു മുതൽ ആരംഭിക്കുന്ന ഓണക്കാല റേഷൻ വിതരണം, മഞ്ഞ, പിങ്ക്, നീല, വെള്ള കാർഡുകാർക്ക് ലഭിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങൾ, ഓണം പെൻഷനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ കാര്യങ്ങൾ, പ്രവാസികൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയിലെ പുതിയ കണക്കുകൾ, അരിവിലയും സർക്കാർ സ്വീകരിക്കുന്ന നടപടികളും, ഇതെല്ലാമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ വേഗത്തിൽ കാണാനായി സ്പീഡ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അതിലുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ ഔദ്യോഗികമായി ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചിരുന്നു. ഓണം അടുത്തെത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന പ്രഖ്യാപനമാണിത്. ഇനി നമ്മൾക്ക് ഏതൊക്കെ റേഷൻ കാർഡുകാർക്ക് എന്തൊക്കെ ആനുകൂല്യമാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. വെള്ള കാർഡുകാർക്ക് 7 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. സ്പെഷ്യൽ വിഹിതമായി 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസയ്ക്ക് ലഭിക്കും. കൂടാതെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 4 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കും. ഇനി നീല റേഷൻ കാർഡുകാർക്ക് 2 കിലോ അരി കിലോയ്ക്ക് 4 രൂപ നിരക്കിലും, അതുപോലെ 2 കിലോ സ്പെഷ്യൽ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിലും, 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും, ഇത് കൂടാതെ സ്റ്റോക്ക് ലഭ്യത അനുസരിച്ച് പരമാവധി 4 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പിങ്ക് കാർഡുകാർക്ക് ഓരോ അംഗത്തിനും 4 കിലോ അരി സൗജന്യം, 1 കിലോ ഗോതമ്പ് സൗജന്യം, ആട്ട കിലോയ്ക്ക് 9 രൂപ നിരക്കിൽ ലഭിക്കും. അതുപോലെ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് 30 കിലോ അരി സൗജന്യമായും, 2 കിലോ ഗോതമ്പ് സൗജന്യമായും, 3 പാക്കറ്റ് ആട്ട ഓരോ പാക്കറ്റിനും വെറും 7 രൂപ മാത്രം ചാർജ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ പ്രത്യേക ആനുകൂല്യം, വെള്ള, നീല, തവിട്ട് കാർഡുകാർക്ക് ഈ മാസം 10-ാം തീയതി മുതൽ അധികമായി പരമാവധി 10 കിലോ അരി കിലോയ്ക്ക് 26 രൂപ നിരക്കിൽ ലഭിക്കും. ഇനി മണ്ണെണ്ണ വിതരണം നോക്കാം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ക്വാർട്ടറിനുള്ള വിതരണം വൈദ്യുതീകരിച്ച വീടുകൾക്ക് മഞ്ഞ കാർഡുകാർക്ക് 1 ലിറ്ററും, അതുപോലെ പിങ്ക്, വെള്ള, നീല റേഷൻ കാർഡുകാർക്ക് 1/2 ലിറ്റർ വീതവും, വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് 6 ലിറ്റർ വരെ മണ്ണെണ്ണ ലഭിക്കും. അരിവില നിയന്ത്രിക്കാൻ സർക്കാർ നടപടി വന്നിരിക്കുകയാണ്. ഓണക്കാലത്ത് വിലക്കയറ്റം ഒഴിവാക്കാൻ സർക്കാർ വലിയ തോതിൽ അരിയും ഗോതമ്പും വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ മാസം 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും പൊതുവിപണിയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും നെല്ല് ഉൽപാദനക്കുറവും കാരണം ദക്ഷിണേന്ത്യയിൽ അരിവില ഉയർന്നെങ്കിലും സെപ്റ്റംബർ മാസത്തോടെ വില കുറയുമെന്നാണ് വിലയിരുത്തൽ. അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി. കേരളത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ റേഷൻ വാങ്ങുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ 10,016 പേർ കേരളത്തിൽ റേഷൻ വാങ്ങി. മാസം തോറും വർധനയാണ്. മെയ് മാസത്തിൽ 2,237, ജൂൺ മാസത്തിൽ 3,266, ജൂലൈ മാസത്തിൽ 4,513. ഏറ്റവും കൂടുതൽ ബീഹാർ, അതുപോലെ ആസാം എന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ബീഹാറിൽ നിന്നും 3,405, ആസാമിൽ നിന്നും 1,996, തമിഴ്നാട്ടിൽ നിന്നും 1,323, കർണാടകയിൽ നിന്നും 810, ജാർഖണ്ഡിൽ നിന്നും 939, പശ്ചിമ ബംഗാളിൽ നിന്നും 630, അതുപോലെ മറ്റ് മഹാരാഷ്ട്ര, മധ്യപ്രദേശിൽ നിന്നും ഏകദേശം 544 പേരുമാണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് കൂടുതൽ റേഷൻ വാങ്ങിയതെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലുള്ളവരാണ്. 2,182 പേർ. രണ്ടാം സ്ഥാനം
എറണാകുളത്താണ് 1251 പേർ. ഇനി കേരളത്തിന് പുറത്തു നിന്ന് റേഷൻ വാങ്ങിയ മലയാളികളുടെ കണക്കെടുത്താൽ വെറും 35 പേർ മാത്രമാണ്. അത് ജൂണിൽ 16ഉം ജൂലൈയിൽ 19 പേരാണ്. മലയാളികൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ റേഷൻ വാങ്ങുന്ന കണക്ക് വളരെയധികം കുറവാണ് മറ്റുള്ള സംസ്ഥാനക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അത് പ്രത്യേകം എല്ലാവരും അവരവരുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി അടുത്ത പ്രധാന കാര്യമാണ് പ്രവാസികൾക്ക് റിസർവ് ബാങ്ക് ആരംഭിച്ച പ്രത്യേക FCNRB പദ്ധതിക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ജൂൺ 5 മുതൽ ജൂലൈ 31 വരെ വെറും 58 ദിവസത്തിനുള്ളിൽ രാജ്യത്തേക്ക് എത്തിയത് $3672 കോടി ആണ്. അതായത് ഏകദേശം 3.5 ലക്ഷം കോടി രൂപ. ഇനി FCNRB എന്താണെന്ന് നോക്കിയാൽ, പ്രവാസികൾക്ക് ഡോളർ, പൗണ്ട്, യെൻ തുടങ്ങിയ വിദേശ കറൻസികളിൽ ഇന്ത്യയിലെ ബാങ്കുകളിൽ നിക്ഷേപം നടത്താൻ കഴിയുന്ന അക്കൗണ്ടാണിത്. പണം രൂപയാക്കി മാറ്റേണ്ടതില്ല. പലിശയും അതേ വിദേശ കറൻസിയിൽ ലഭിക്കും. കാലാവധി കഴിഞ്ഞാൽ അതേ കറൻസിയിൽ തന്നെ തിരികെ ലഭിക്കും. ഇതിൽ പലിശ ലഭിക്കും. 3.5 മുതൽ 4% വരെയായിരുന്നു മുൻപ് ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ 6 മുതൽ 7.5% വരെ പലിശ ലഭിക്കുന്ന ബാങ്കുകളുമുണ്ട്. ഈ പ്രത്യേക അവസരം സെപ്റ്റംബർ 30 വരെ തുടരും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. എല്ലാവരും ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം, ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുമോ? നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ ലക്ഷ്യമിടുന്നത് ഓണത്തിന് 2 ഗഡുക്കളായി 4000 രൂപ വിതരണം ചെയ്യുക എന്നതാണ്. പക്ഷേ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലുണ്ടെങ്കിലും ഓണം പോലുള്ള വലിയ ഉത്സവ സമയത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കാൻ സർക്കാർ മുൻഗണന നൽകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പെൻഷൻ മുടങ്ങാതിരിക്കാൻ വരുമാന സർട്ടിഫിക്കറ്റ് സമയത്ത് പുതുക്കിയിട്ടില്ലെങ്കിൽ അത് പുതുക്കുക, ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം സെപ്റ്റംബർ 30 വരെ നീട്ടിയിട്ടുണ്ടെങ്കിലും അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കാതെ എത്രയും വേഗം പൂർത്തിയാക്കുന്നത് നല്ലതാണ്. പ്രളയം പോലുള്ള സാഹചര്യങ്ങളിലും ഈ ഒരു പ്രതിസന്ധിയിലും ഒരുമിച്ച് ഈ 2 തുക, ഈ 4000 രൂപ എന്നൊരു വലിയ സംഖ്യ കേരള സർക്കാർ ജനങ്ങൾക്ക് തരികയാണെങ്കിൽ അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെ എത്തിക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. ഈ മാസം 2000 രൂപയാണോ നമ്മൾക്ക് ലഭിക്കുന്നത്, അതുപോലെ 4000 രൂപയാണോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ ഇരിക്കണം. ഇനി വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടാവും. ക്ഷേമ പെൻഷൻ ഒരിക്കലും മുടങ്ങാതിരിക്കാനായി ബഡ്ജറ്റിൽ അതിൻ്റെതായ രീതിയിൽ ബഡ്ജറ്റ് മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ മാസം 4000 രൂപ പ്രതീക്ഷിക്കാവുന്നതാണെന്നും പറയാം. പക്ഷേ ഇതുമായി അനുബന്ധിച്ചുള്ള ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി തന്നെ വരും. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന പല വാർത്തകളും വിശ്വസിക്കരുത്. 4000 രൂപ ലഭിക്കുമെന്നുള്ള തരത്തിലുള്ള പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ ഔദ്യോഗിക അറിയിപ്പ് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.